കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് SFI പ്രതിഷേധ മാർച്ച് കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിലേക്ക് കടക്കുന്നു. വാർഡന്റെ ക്രൂരമായ സമീപനങ്ങൾക്കെതിരെയാണ് പെൺകുട്ടി വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇത് കോളേജ് നടത്തിപ്പിനെതിരായുള്ള ഒരു രൂക്ഷ വിമർശനം കൂടിയായി രൂപപ്പെടുകയാണ്. SFI പ്രതിഷേധ മാർച്ച് കാഞ്ഞങ്ങാട്. തീർച്ചയായും ഒരു വിദ്യാർത്ഥിനിക്ക് ആത്മഹത്യയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ക്രൂരമായ സാഹചര്യം സൃഷ്ടിച്ച വാർഡനെതിരായുള്ള പ്രതിഷേധം, അത് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം അത് രൂപപ്പെടുത്തുന്ന വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥി സമൂഹം ഉയർത്തിപ്പിടിക്കുന്നത്. SFIയുടെ പ്രതിഷേധ മാർച്ചാണ് കാഞ്ഞങ്ങാട് പുരോഗമിക്കുന്നത്. പോലീസ് ആ മാർച്ച് തടഞ്ഞെങ്കിലും മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുന്നു. സിജു, എന്താണ് അവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ വിഷയത്തിന് നിദാനമായ കാര്യങ്ങൾ? അജിൻഷാദ്, കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ മൻസൂർ നഴ്സിംഗ് കോളേജിലേക്ക്, മൻസൂർ ആശുപത്രിയിലേക്ക് SFI പ്രവർത്തകർ അല്പസമയം മുമ്പാണ് മാർച്ചായി എത്തിയത്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് ഈ നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഹോസ്റ്റൽ വാർഡന്റെയും മാനേജ്മെന്റിന്റെയും ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനത്തെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കോളേജിലെ തന്നെ വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ ദിവസം സമരവുമായി രംഗത്തിയിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനി നിലവിൽ മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളരെ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനികൾ ഇവിടെ പ്രതിഷേധം ഉയർത്തിയപ്പോൾ SFIയും DYFIയും എല്ലാം തന്നെ അവർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് SFI മൻസൂർ ആശുപത്രിയിലേക്കും മൻസൂർ നഴ്സിംഗ് കോളേജിലേക്കും പ്രതിഷേധവുമായി മാർച്ച് നടത്തിയത്. ഹോസ്റ്റൽ വാർഡിനെതിരെ നടപടിയെടുക്കണം, മാനേജ്മെന്റിന്റെ നടപടി തിരുത്തണം എന്നുൾപ്പെടെയാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ മാർച്ചിനിടെയാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത്. ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമാണ് സംഘർഷം ഉണ്ടായത്. സംഘർഷത്തിൽ പോലീസ് വിദ്യാർത്ഥികളുമായി കയ്യാങ്കളി നടത്തി. അതിനുശേഷം ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ബലപ്രയോഗം നടത്തി. ഇതേ തുടർന്നാണ് ഇപ്പോൾ സംഘർഷം ഇവിടെ നിലനിൽക്കുന്നത്. വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ പ്രതിഷേധവുമായി മൻസൂർ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. പോലീസ് വിദ്യാർത്ഥികളെ കയ്യേറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് വലിയ പ്രതിഷേധമായി ഇത് മാറിയത്. നേരത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറി പ്രണബ്, അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ഘാടനം ചെയ്ത് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണു ചേരിപ്പാടി ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വളരെ സമാധാനപരമായാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉയർത്തിയത്. അതിനുശേഷം പോലീസ് ഈ ആശുപത്രിയുടെ ഗേറ്റിന് മുന്നിൽ നിന്ന് വിദ്യാർത്ഥികളുമായി സംഘർഷം ഉണ്ടാക്കിയായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിഷേധം ഇപ്പോഴും ആശുപത്രിക്ക് മുന്നിൽ തുടരുകയാണ്. ഈ കോളേജിനകത്ത് വലിയ രീതിയിൽ വിദ്യാർത്ഥി പീഡനമാണ് നടക്കുന്നത് എന്ന ഒരു പരാതിയാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞത്. അല്ല, തീർച്ചയായും ഒരു റൂൾ ഓഫ് ലോയുടെ ഭാഗമായി ഒരുപക്ഷെ പോലീസിന് തടയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ പ്രധാനമായ വിഷയമായി ഉയരേണ്ടത് SFI പ്രതിഷേധിക്കാനുണ്ടായ സാഹചര്യം തന്നെയാണ്. കാരണം ആ കോളേജും അവിടുത്തെ ഹോസ്റ്റലും നടത്തിപ്പിൻ്റെ ഗുരുതരമായ ക്രമക്കേട്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നു എന്നത് വിദ്യാഭ്യാസ കേരളത്തിന് ഒരിക്കലും സഹിക്കാവുന്നതല്ല. അതാണ് SFI ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രതിഷേധം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് വിദ്യാർത്ഥി സമരങ്ങളിൽ ഒരുപക്ഷെ സംഘർഷത്തിലേക്ക് പോകാം. അതിനേക്കാൾ ഉപരി അതിൻ്റെ കോസ്, അതാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. സിജു കണ്ണൻ, എന്താണ് ആ വിദ്യാർത്ഥി SFI നേതാവ് പറയുന്നത് കേൾക്കാം. നമ്മൾ സമാധാനപരമായി മാത്രം സമരം ചെയ്തത്. ആ സമരത്തെ വഷളാക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമില്ല. നമ്മളെ സഖാക്കളെ മാറ്റും.
അജിംഷാദ്, ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. ഹോസ്റ്റൽ ഒരു ജയിൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഫോൺ ഉപയോഗിക്കാൻ വിടില്ല, വീട്ടിൽ രക്ഷിതാക്കളുമായി ബന്ധപ്പെടാൻ വിടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ വിദ്യാർത്ഥിനികൾക്ക് നേരിടേണ്ടി വരുന്നു. ഈ മൻസൂർ കോളേജ് മാനേജ്മെന്റും അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമെല്ലാം തന്നെ വളരെ ഗുരുതരമായി, വളരെ മാനസികമായി വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന നിലയിലേക്കാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് SFIക്ക് ലഭിച്ചതായി SFI പ്രവർത്തകർ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥിനി, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി ആത്മഹത്യയിലെ ശ്രമത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതാണ്. ഈ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥിയുമായി 2 വിദ്യാർത്ഥിനികൾ കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരാൾ പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് ഈ 2 വിദ്യാർത്ഥിനികൾ പോയി വന്നപ്പോൾ ഈ കുട്ടിയെ പരിഹസിക്കുന്ന നിലയിലേക്ക്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന നിലയിലേക്ക് വളരെ മോശം നിലയിലുള്ള ഒരു സമീപനമാണ് ഹോസ്റ്റൽ വാർഡൻ സ്വീകരിച്ചത്. നേരത്തെയും ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ സമീപനവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിരവധി വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. പെൺകുട്ടികൾ വളരെ മോശം നിലയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഒരു ജയിൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല. വീട്ടിലേക്ക് പോകാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നിലയിൽ അടച്ചുപൂട്ടിയിട്ട നിലയിലാണ് വിദ്യാർത്ഥിനികളുമായി ഈ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് SFI ഇന്ന് പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിഷയം നടന്നിട്ട് ഇത്രയും സമയം തലക്കടിക്കണ പോലീസ് ചെയ്തു. ഞങ്ങളിപ്പോൾ നിങ്ങളെ നെയിം ബോർഡ് പൊട്ടിച്ചോളിച്ച് പോലീസുകാരെ കാണാം. നിങ്ങളുടെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടോ? പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസുമായുള്ള അത്തരത്തിലൊരു സംഘർഷം സ്വാഭാവികമാണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാന വിഷയമാകേണ്ടത് ഈ കുട്ടികളുടെ അന്തസ്സിന് മേലെ, ഡിഗ്നിറ്റിക്ക് മേലെ ആക്രമണം നടത്തുന്ന കോളേജ് അധികൃതർ നാം നേരത്തെയും കണ്ടിട്ടുണ്ട്. അവിടെയും SFI തന്നെയായിരുന്നു പ്രതിഷേധം. പാലക്കാട് നെഹ്റു മെമ്മോറിയൽ കോളേജ്, ഇടിമുറി, ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങനെ വിദ്യാർത്ഥിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധപ്പതിക്കാൻ പാടില്ല. അങ്ങനെ ഇവർ പഠിപ്പിക്കേണ്ട എന്നത് ആധുനിക വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് എല്ലാ കാലവും SFI ഉയർത്തിപ്പിടിക്കുന്നത്. ഒരുപക്ഷെ സമരം സ്വാഭാവികമാണ്. അത് സംഘർഷത്തിലേക്കൊക്കെ പോകാം, പോലീസ് തടയാം, പോലീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്നതിലൊക്കെ ഉണ്ടാക്കാം. അതിനേക്കാൾ ഉപരി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി സിജു കണ്ണൻ ഉയരുന്നത് വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ വിദ്യാർത്ഥിനിക്ക് ആത്മഹത്യാ ശ്രമം നടത്തേണ്ടി വന്ന വിദ്യാർത്ഥിനിക്ക് അതിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം ഏറ്റവും ഒടുവിലത്തേതാണ് സിജു കണ്ണൻ സൂചിപ്പിച്ചത്. ഇത് ഒരു പരമ്പരയായിരുന്നു. ഇവരുടെ മുഴുവൻ സമീപനം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലത്തെയാണ് എതിർക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, അല്ലേ സിജു കണ്ണൻ? അജ്മിഷാദ്, പോലീസ് ഉദ്യോഗസ്ഥരാണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ ആശുപത്രിയുടെ വഴി തടഞ്ഞു എന്ന പേരിലാണ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. അതേസമയം തന്നെ ഇനിയും വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുമെന്ന തരത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ വെല്ലുവിളി നടത്തുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആശുപത്രി വഴി തടഞ്ഞു എന്ന പേരിലാണ് ഇവിടെ സംഘർഷമുണ്ടായത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി സമരം മുന്നോട്ട് പോയത്. ഉദ്ഘാടനം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ സംഘർഷമുണ്ടായത്. പരസ്യമായി വിദ്യാർത്ഥികളെ പോലീസ് ഉദ്യോഗസ്ഥർ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ SFI നേതാക്കൾ സംസാരിക്കുന്നതാണ്. നമ്മൾ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത്. ആ സമാധാനപരമായി ചെയ്യുന്ന സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് നോക്കിയത്. ഇപ്പോൾ നമ്മൾ സമാധാനപരമായി ഇതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ വേണ്ടി സമരം ചെയ്ത ഘട്ടത്തിൽ ആ പോലീസ് നമ്മുടെ ഒരു സഖാവിന് നേരെ തലക്ക് ലാത്തി കൊണ്ട് അടിക്കുന്ന സാഹചര്യം, സഖാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാർക്കെതിരെ എല്ലാം തന്നെ ലാത്തി കൊണ്ട് അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് ഇത്തരത്തിലേക്ക് പോലീസ് ഇവിടെ ഇതുവരെ FIR ഇടാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല. ആ സമയത്ത് SFIക്കാരെ വന്ന് ആക്രമിക്കുന്ന സാഹചര്യം അത് തീർത്തും തെറ്റായ പ്രവണതയാണ്. തിരുത്താൻ വേണ്ടി പോലീസ് തയ്യാറാവണം എന്നുള്ളതാണ് SFIക്ക് പറയാനുള്ളത്. പോലീസ് വെല്ലുവിളിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പോലീസിനെ ബഹുമാനിക്കുന്നതുകൊണ്ട് നമ്മൾ യാതൊരു വിധത്തിലുള്ള പ്രകോപനപരമായ സമരത്തിന് നമ്മൾ നിൽക്കുന്നില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഇതിനേക്കാൾ പോലീസ് അല്ല അതിനപ്പുറത്തേക്കുള്ള സമരത്തിന് SFI നേതൃത്വം കൊടുക്കും. അജ്മിഷാദ്, SFI ജില്ലാ സെക്രട്ടറി പ്രണവാണ് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ആത്മഹത്യാ ശ്രമം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് SFIയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധമുയർത്തിയത്. തീർച്ചയായും, അതായത് ഈ സ്കൂളിലെ കോളേജിലെ സമീപനം
ഏറ്റവും മോശമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് ഈ കുട്ടിയുടെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം ലേക്ക് പോയത്. അത് ഭാഗ്യത്തിനാണത് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. ഇതൊക്കെയാണ് അവിടെ SFI ഉയർത്തിപ്പിടിക്കുന്നത്. അത് മാത്രമല്ല, പോലീസിനോട് പറഞ്ഞത് FIR എടുത്ത് ഇതിനെതിരായി കേസെടുത്ത് മുമ്പോട്ട് പോകണം. ശക്തമായ സമരം പോലീസ് അല്ല ഇനി ആര് പറഞ്ഞാലും വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ വലിയ സമരത്തിന് ഈ കോളേജിനകത്ത് SFI നടത്തുള്ളൂ. ആശുപത്രി എന്നുള്ള ബഹുമാനം കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലേക്കുള്ള വെല്ലുവിളി ഒന്നും ഏറ്റെടുക്കാത്ത. ആശുപത്രിയിൽ ഒരുപാട് ആൾക്കാർ ചികിത്സയ്ക്ക് വേണ്ടി വരും. SFI പങ്കെടുക്കുന്നുണ്ട്. ഈ 3 മണിക്ക് ചർച്ചയിൽ SFI ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ട് SFI എന്തായാലും പങ്കെടുക്കും. ഇത്തരം സമരം ഏറ്റെടുത്തു. തീർച്ചയായും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിനകത്ത് നിയമ നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യമാണ് SFI ഉന്നയിക്കുന്നത്. ന്യായമായ ആവശ്യം, ആ പ്രശ്നം പരിഹരിക്കണമെന്നത്. അജിംഷാദ്, ആത്മഹത്യാ ശ്രമം ഉണ്ടായ സംഭവത്തിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടൊന്നുമില്ല. വിദ്യാർത്ഥിനി ഇപ്പോൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നത്. പ്രധാനമായും SFI മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഒന്ന്, ഈ ഹോസ്റ്റലിൽ നടക്കുന്ന ജയിൽ പോലെ പ്രവർത്തിക്കുന്ന ഹോസ്റ്റൽ അത്തരം സമീപനം അവസാനിപ്പിക്കണം. ഹോസ്റ്റൽ വാർഡനെതിരെ നടപടിയെടുക്കണം. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് തുടരുന്ന ഈ സമീപനം, വിദ്യാർത്ഥിനികൾക്കെതിരായി തുടരുന്ന സമീപനം തിരുത്താൻ തയ്യാറാകണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോളേജിലെ തന്നെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ തന്നെ സമരവുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിന് മുന്നിൽ സമരവുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ SFIയും DYFIയും പിന്തുണയുമായി എത്തിയിരുന്നു. അതിനുശേഷം ഈ പോലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇവർ ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. അതിന്റെ ഭാഗമായാണ് SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധം വളരെ സമാധാനപരമായി ആദ്യം ഇവിടെ പ്രതിഷേധം എത്തുകയും പിന്നീട് ഈ പ്രതിഷേധ സമരം നേതാക്കൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രധാന കവാടത്തിന് മുന്നിൽ സംഘർഷമുണ്ടായത്. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം ഇവിടെ ഈ മൻസൂർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് കേട്ടാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് വിദ്യാർത്ഥികൾ സംസാരിച്ചത്. കാരണം മൊബൈൽ ഫോൺ മുഴുവൻ സമയം പിടിച്ചു വെക്കുന്നു. വളരെ മുതിർന്ന കുട്ടികളാണ്. മൊബൈൽ ഫോൺ വളരെ മുഴുവൻ സമയം പിടിച്ചു വെക്കുന്നു. അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് പോകുന്നതിന് അനുമതിയില്ല. ആശുപത്രിയിൽ പോകാൻ പോലും അനുമതി ലഭിക്കാത്ത സാഹചര്യം. ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് മൻസൂർ നഴ്സിംഗ് കോളേജ് എന്ന പരാതിയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ മുന്നോട്ട് നിർത്തിക്കൊണ്ടാണ് SFI ഇന്ന് ഇവിടത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ആ പ്രതിഷേധമാണ് ഒടുവിൽ സംഘർഷത്തിലെത്തിയത്. പോലീസ് ലാത്തി വീശിയത്, പോലീസുമായി ഏറെ നേരം മുന്തും തള്ളും ലാത്തി വീശുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെയുണ്ട്. സമാധാനപരമായി പിരിഞ്ഞു പോകാൻ നേതാക്കൾ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFI മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകരും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചില്ലെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടി. ഈ നിലയിൽ ഈ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രാകൃതമായ രീതിയിൽ ജയിൽ പോലെ ഒരു നഴ്സിംഗ് കോളേജ് പ്രവർത്തിച്ചുകൊണ്ട് അതിനകത്ത് വിദ്യാർത്ഥിനികളെ പൂട്ടിയിടുന്നു. ഹോസ്റ്റൽ വാർഡന്റെ സമീപത്ത് നിന്ന് മനുഷ്യത്വരഹിതമായ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. മാനേജ്മെന്റ് അതിന് പിന്തുണ നൽകുന്നു. ഇത്തരത്തിലൊരു നഴ്സിംഗ് കോളേജ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ SFI അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ പ്രതിഷേധമാണ് കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിന് മുന്നിൽ ഉണ്ടായത്. തീർച്ചയായും ഇന്ന് വൈകിട്ടത്തെ ചർച്ചയിൽ SFI അടക്കം പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ഇന്ന് ആരൊക്കെയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുക? കോളേജ് അധികൃതരുമായിട്ടാണോ? അജിംഷാദ്, ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ അതോടൊപ്പം തന്നെ യുവജന സംഘടനകളെല്ലാം പങ്കെടുക്കും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വളരെ ക്രൂരമായ ലാത്തിച്ചാർജാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായത്. ലാത്തിച്ചാർജിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിദ്യാർത്ഥിയുടെ പുറത്ത് അതിന്റെ പാടുകൾ കാണാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ വളരെ സമാധാനപരമായി നടന്ന ഒരു പ്രതിഷേധമായിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ ഒടുവിൽ പോലീസ് ലാത്തി വീശുകയായിരുന്നു. വിദ്യാർത്ഥികൾ നമ്മളെ തല്ലാൻ വേണ്ടി തയ്യാറായി. സമാധാനപരമായി പ്രതിഷേധിക്കാൻ വേണ്ടി തയ്യാറായി. ഇല്ല, പ്രകോപനം നമ്മൾ സാധാരണപരമായി അവിടെ പോവുക, ഇരിക്കുക, പ്രതിഷേധിക്കുക എന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. ആ ഘട്ടത്തിനടുത്ത് പോലീസുകാർ തടിയുമ്പോഴേ നമ്മൾ പറഞ്ഞു പ്രശ്നമാക്കുന്നില്ല, അവിടെ പോയി ഇരിക്കുക മാത്രമാണ്, ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് മാത്രമാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിനകത്താണ് വന്നിട്ട് ലാത്തി കൊണ്ട് അടിക്കാൻ വേണ്ടി വരെ ശ്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. മറ്റു സഖാക്കൾക്ക് ഉൾപ്പെടെ അടി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അടി കിട്ടുന്നത്. എനിക്ക് നെഞ്ചത്ത്, പുറത്ത്, കൈക്കുൾപ്പെടെയാണ് അടി കിട്ടിയിട്ടുണ്ട്. അടി തലക്കടി വരുമ്പോൾ കൈ തടഞ്ഞതാണ്. ആ ഘട്ടത്തിനകത്താണ് കൈക്ക് അടി കൊള്ളുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം മാസങ്ങളെ പുറത്തുകൊണ്ട് അടി കെട്ടി.
ജിംഷാൻ, നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കാനെത്തിയ പ്രവർത്തകരെയാണ് പോലീസ് തല്ലിച്ചെറിച്ചത്, ലാത്തി ചാർജ് നടത്തിയത്. അതിനുശേഷം അതായത് ആശുപത്രിയാണ്, അപ്പോൾ ആശുപത്രിയുടെ ഈ രോഗികളൊക്കെ എത്തുന്ന ഭാഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പ്രതിഷേധം പോകുന്നൊരു വേളയിൽ പോലീസ് അത് പറയുന്നു. ഒരുപക്ഷെ സമാധാനപരമായി തന്നെയാണ് SFI അതിനെ നേരിട്ടതും അത് മാറിക്കൊടുത്തതും. കാരണം ആശുപത്രിയാണ്, അതുകൊണ്ട് ആ വഴി തടസ്സപ്പെടുത്തുന്നൊരു രീതി SFIക്കില്ല എന്ന് അവർ തന്നെ നമ്മളോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോലീസ് വരുത്തിയ വീഴ്ചകൾ ഇതിൽ, അതൊക്കെ ഈ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്? ഷിജു കണ്ണൻ, കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രിയാണ് ജിംഷാദ് ഈ നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, തൂങ്ങിമരിക്കാൻ ശ്രമിച്ചത് വളരെ പെട്ടെന്ന് വിദ്യാർത്ഥികൾ കണ്ടതുകൊണ്ട് പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആദ്യം കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. വിദ്യാർത്ഥി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ആ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനികൾ തന്നെ, ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ തന്നെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വളരെ പ്രാകൃതമായ രീതിയിലാണ് ഇവിടെയുള്ള ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. ഒരു ജയിൽ പോലെ പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥിനികൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ലാത്ത തരത്തിൽ ഹോസ്റ്റൽ വാർഡൻ, അതോടൊപ്പം തന്നെ ഹോസ്റ്റലിൻ്റെ നടത്തിപ്പുകാർ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അധികൃതർ ഇടപെടുന്നു എന്നായിരുന്നു പരാതി. അത് വിദ്യാർത്ഥികൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. നേരത്തെ വിദ്യാർത്ഥികൾക്ക് ഇത് തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഹോസ്റ്റൽ വാർഡനെ മാറ്റുക, അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് തുടരുന്ന ഇത്തരം സമീപനങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥിനികൾ ഉന്നയിച്ചത്. അതിനുശേഷം ഇന്ന് SFI ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ DYFIയും SFIയും എല്ലാം തന്നെ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് SFI ജില്ലാ കമ്മിറ്റി സമരം ഏറ്റെടുത്തത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഇവിടെ ഒരു ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. DYSP ഓഫീസിൽ ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് ആ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വളരെ ഗുരുതരാവസ്ഥയിലാണ് ആ കുട്ടി കഴിയുന്നത്. ആത്മഹത്യാശ്രമം നടത്തിയ കുട്ടി മംഗലാപുരത്തെ ആശുപത്രിയിൽ കഴിയുന്നത്. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് വിദ്യാർത്ഥിയുടെ ജീവൻ നിലനിർത്തുന്നത്. ജിംഷാദ്, തീർച്ചയായും വളരെ ഗുരുതരവും ഗൗരവവുമായൊരു സാഹചര്യം. മൻസൂർ നഴ്സിംഗ് കോളേജ്, കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിക്ക് ആത്മഹത്യാശ്രമം നടത്തേണ്ടി വന്ന സാഹചര്യത്തിനെതിരായി SFI വലിയ പ്രതിഷേധമുയർത്തുന്നു. ഇന്ന് വൈകിട്ട് നിർണായകമായ ചർച്ചയുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഇവിടെ നിന്നും സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.